പറഞ്ഞ നേട്ടങ്ങൾ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ കുറെ ശ്രമദാനം ചെയ്യണം. എന്തിനാ നാട്ടുകാർ ചെയ്യുന്നത്? മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നതെങ്കിൽ പറയാം. ഓഹോ, ഇത് ഞാൻ അപ്പോഴാ പറഞ്ഞില്ലയോ? സാറ് പറഞ്ഞു തന്നെ, ആർക്ക് മനസ്സിലായാലും ഞമ്മക്ക് മനസ്സിലായിക്കൊള്ളാന്ന്. വേണ്ട, മമ്മൂട്ടിക്ക, എന്താ മമ്മൂട്ടിക്ക, ചുമ്മാ ഇരുന്ന് സമാധാനമായി കേൾക്കണം. സമാധാനമായിരിക്കണം. സർക്കാർ ചെയ്യണം, സർക്കാർ ചെയ്യണമെന്ന് ചിലർ പറയുന്നു. ആരാണ് ഈ സർക്കാർ? ജനങ്ങളിൽ നിന്ന് എടുക്കുന്ന രൂപയല്ലാതെ സർക്കാരിന് വേറെ രൂപയുണ്ടോ? ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്ന ശമ്പളവും അണകെട്ടുന്ന ചെലവും എല്ലാം നിങ്ങളുടേതാണ്. ഞാൻ യൂറോപ്പിൽ പോയി പഠിച്ചിട്ടുള്ള ഒരുവനാണ്. പല രാജ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലായിടത്തും ജനങ്ങൾ അവരവരുടെ നാട് നന്നാക്കാൻ കഠിന പ്രയത്നം ചെയ്യുന്നു. തൊഴിലാളി മുതലാളിയോട് കണക്ക് പറഞ്ഞു കൂലി വാങ്ങും. പക്ഷേ നാട് നന്നാക്കാൻ അവർ ചത്തു പണിയെടുക്കും. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഈ മുളങ്കാവ് പുഞ്ച എത്ര കൊല്ലമായിട്ട് ഉണങ്ങുന്നു? എനിക്ക് ഓർമ്മയായ നാളെ മുതലേ കാര്യമാണ് സാറേ. അതാ നമ്മുടെ മത്തായിച്ചൻ പറയുന്നു, ഓർമ്മയായ നാള് മുതൽ കരിവാണെന്ന്. കുറഞ്ഞത് ഒരു 20 കൊല്ലം എന്ന് വെച്ചോളൂ. ഈ മുളങ്കാവിൽ മാത്രം ഒരു 10,000 ആളുകൾ കാണുകയില്ലേ? അതാ ആ മലയ്ക്ക് അപ്പുറത്ത് വെള്ളമുണ്ട്. ഒരാൾ ഒരാണ്ടിൽ 10 ദിവസത്തെ വേല വീതം ആ വെള്ളം കൊണ്ടുവരുന്നതിന് നീക്കിവെച്ചാൽ ഒരു കൊല്ലം 1,00,000 ആളുകളുടെ വേലയാകും. 5 കൊല്ലം വേണോ ആ മലയ്ക്കപ്പുറത്തുള്ള വെള്ളം ഇതിലെ ഒഴുക്കാൻ? എന്നിട്ട് 20 കൊല്ലമായി കരിയുന്ന പുഞ്ചയെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കരിഞ്ഞു കിടക്കുന്ന പുഞ്ചപ്പാടത്തിന് വെള്ളം കൊടുക്കുവാൻ വേണ്ടി ആണ്ടിൽ 10 ദിവസത്തെ ജോലി ചെയ്തു കൊടുക്കുവാൻ വയ്യാത്തവർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല. ഈ പണി പൂർത്തിയായാൽ ആ മലയുടെ അടിവാരത്തിൽ ഒരു വലിയ പവർ സ്റ്റേഷൻ ഉണ്ടാകും. അതിനെ ചുറ്റി കൊച്ചു കൊച്ചു റോഡുകൾ ഉണ്ടാകും, കടകൾ ഉണ്ടാകും. ഒരു കൊച്ചു ടൗൺ ആകും ഈ സ്ഥലം. കടമാൻ വിരട്ടിയെ ചുറ്റി വേളയാറിലേക്ക് പോകുന്ന വലിയ വലിയ റോഡുകൾ ഉണ്ടാകും. മുളങ്കാവ് പുഞ്ചയുടെ നടുക്കുകൂടി എല്ലാ കാലത്തും നിറഞ്ഞൊഴുകുന്ന ഒരു കനാൽ. ഈ പാടം 2 പൂവ് കൃഷി ചെയ്യിക്കാൻ സാധിക്കും. നമ്മൾ ഒറ്റയ്ക്ക് നിന്നാൽ ഇതൊന്നും സാധിക്കില്ല. നാം ഒന്നു ചേർന്നാൽ മഹാശക്തിയാണ്. നമ്മുടെ രാജ്യത്തിന് കൂടുതൽ ഭക്ഷണം വേണം, കൂടുതൽ ഇലക്ട്രിസിറ്റി വേണം. അതിന് സർക്കാരിന്റെ മാത്രം സൗകര്യം നാം ആശ്രയിച്ചിരുന്നാൽ അത്രയ്ക്കും കാലതാമസം നേരിടും. നമ്മുടെ നില മെച്ചപ്പെടണമെങ്കിൽ, എത്രയും വേഗം നമ്മുടെ നില അഭിവൃദ്ധിപ്പെടണമെങ്കിൽ നാം കഠിന അധ്വാനം ചെയ്യണം. രാജ്യത്തിന്റെ അഭിവൃദ്ധി പദ്ധതി അനുസരിച്ച് കൂലിയുടെ 2/3 ഭാഗം പറ്റിക്കൊണ്ട് ജോലി ചെയ്യണമെന്ന് പറയുന്നതിന്റെ അർത്ഥം കൂലിയുടെ 1/3 കുറയ്ക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. നിങ്ങളുടെ അധ്വാന ശക്തിയുടെ 1/3 നാട് നന്നാക്കാൻ സംഭാവന ചെയ്യുന്നു. ശ്രമം ദാനം ചെയ്യുകയാണ്. ജോലി ചെയ്ത് ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ്. വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും ജീവിക്കാൻ മറ്റു വരുമാനമുള്ളവരും ഒട്ടും പ്രതിഫലം കൂടാതെ കഴിയുന്നത്ര ദിവസത്തെ ജോലി ചെയ്യണം. ജോലിക്ക് പോകാൻ തയ്യാറുള്ളവർ അവരവരുടെ പേര് പറഞ്ഞു കൊടുക്കണം. ആദ്യത്തെ ബാച്ച് നാളെ രാവിലെ തന്നെ പുറപ്പെടാൻ തയ്യാറാവണം. താങ്ക് യു. ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ഒക്കെ ഇല്ല സാറേ. ജോലി ചെയ്യണോ? ഇവിടെയുള്ള കൂലിക്കാർക്ക് ശരിക്കും കൂലി കൊടുക്കണം. ഞങ്ങൾക്ക് കൂലി പറയുന്നതിൽ ഉണ്ണിത്താനേമാന്റെ സങ്കടം വന്നപ്പോഴേ എന്റെ സംശയമൊക്കെ മാറി. ഏമാൻ കണക്കിന് ഇനി കൂലി തന്നേച്ചാ മതി കേട്ടോ. മുളങ്കാവ് പുഞ്ചയ്ക്ക് വെള്ളം കൊടുക്കാനേ ഞങ്ങള് ഉള്ള കൂലി വാങ്ങിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ തന്നെ പോവാം. നമ്മൾ അനാവശ്യമായി വെള്ളം ഉണ്ടാക്കുന്നു. പോകാൻ തയ്യാറുള്ളവർ ഓരോരുത്തരായി പേര് പറയണം, എഴുതാൻ. നീ ഇവിടെ മിണ്ടണ്ട. നീ നിന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി. നാണം കെട്ടവൻ. ഞങ്ങളിവിടെ ഉണ്ട് കേട്ടാ. ശങ്കുപിള്ളച്ചേട്ടൻ എന്നെ കളിയാക്കിയതാണ്. ഇത് വേണ്ടായിരുന്നു. എന്റെ പെങ്ങളെ കാണാനില്ല. അവൾ ചീത്തയായി പോയിരിക്കും. നിങ്ങൾ പറയാതെ തന്നെ ആ മാനക്കേട് ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ കരൾ പൊട്ടുകയാണ് ശങ്കുപിള്ളച്ചേട്ടാ. പക്ഷേ നിങ്ങളുടെ നിലത്തിന് വെള്ളം കിട്ടുന്നതിനെതിരായി ചിലർക്ക് നിങ്ങളെ പറഞ്ഞിളക്കാമെങ്കിൽ സിനിമയുടെ പേരിൽ ഭ്രാന്തെടുത്തു പോയ ഒരു കൊച്ചു പെണ്ണിനെ പറഞ്ഞിളക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ശങ്കുപിള്ള ആക്ഷേപിച്ചോളൂ. എന്റെ കുടുംബത്തിന് തീർത്താ തീരാത്ത നാണക്കേടുണ്ട്. അത് ഞങ്ങൾ സഹിച്ചോളാം. അതുകൊണ്ട് ഞാൻ വിക്കാസ് കൊണ്ട് വിട്ടാൽ പാറ പൊട്ടാതെ വരുമോ? എനിക്കത് അറിയണം. എഴുതണം ഒരു 5 പേര്. മുന്നേ ഞമ്മന്റെ പേര്
മോളെ എല്ലാരും ഒരുങ്ങി ഇറങ്ങി. അതാ കൂവം വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് അച്ഛാ. ഇനി കഥവ് പൂട്ടിയാ മതി. എളുപ്പം ഒന്ന് പോട്ടെ. പോയിട്ട് വെക്കടാ പോലെ എന്നെ നോക്കാം. ചാക്കോടെ മോനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മോളെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങടി. മത്തായി ഏലിയാമ്മയൊക്കെ വിളിക്കുന്നു. വിളക്ക് ഞാനെടുത്തോ. എന്ത് കാര്യം പറയരുത്. എന്തോന്ന് എന്റെ പൊന്നെടുത്ത് പോയ എന്തോന്ന് കണ്ടോ കണ്ടോ, ഒന്നും തിന്നാതിരിക്കുന്ന ഇരിപ്പ് കണ്ടോ? അതുകൊണ്ട് പിടിയെടുത്ത് വേഗം ചെന്നാ ഏതൊക്കെയെങ്കിലും തിന്നാൻ പറ. ദേശം ഇരുന്ന് തൂക്കേട് പിടിക്കാതെ. ശരി. മണിക്കും സാറേ എടുത്തോളൂ. കുട്ടി ഇരിക്കും. അല്ലേ ഇതെന്നാ കൂട്ടാ? സാറിനെ കൊണ്ട് ഏത്തക്കാതിരിക്കാൻ വന്ന ആൾ അതെടുത്ത് അങ്ങ് തിന്നു വന്നു. വല വരക്കും ചേട്ടത്തി. എന്തൊരു ക്ഷീണം. എന്താ ഇത്ര ക്ഷീണം? പെണ്ണായിട്ട് 4-5 കൊച്ചുങ്ങളുമായോ? ആ തുറങ്കത്തിലോട്ട് ഒന്ന് നോക്ക്. ഒരുത്തൊന്ന് പണിയെടുക്കുന്ന കാണണമെങ്കിൽ ആൺപിള്ളേരെ പോലെ. ഞങ്ങൾക്ക് മത്തായച്ചന്റെ അത്ര ആരോഗ്യമുണ്ടോ? ഏലിയാമ്മ മത്തായച്ചിന് നല്ല ചാപ്പാടെല്ലാം കൊടുക്കും. അങ്ങനെ ആണുങ്ങളും പെണ്ണുങ്ങളും അല്ലാണ്ട് ഇങ്ങനെ സിഗരറ്റ് മേലെ ചുണങ്ങിയിരിക്കുകയല്ല. സാറേ ഏലിയാമ്മ ചേട്ടത്തി എന്നെ അവിടെ നിർത്തുന്നില്ല. സാർ ആരും കഴിക്കാൻ പോകത്തോണ്ട് ഏതൊക്കെയെങ്കിലും തീറ്റിക്കണമെന്ന്. ഏലിയാമ്മ ഒരു കാര്യം ചെയ്യും. ആ കാപ്പി ഇങ്ങനെ ഇതും കൂടെ അങ്ങോട്ട് തിന്നാ. വിശപ്പില്ല. വേണ്ട ചേട്ടത്തി, വിശപ്പില്ലെങ്കിൽ ഒന്നും കഴിക്കണ്ട. വല്ല തൂക്കേടും വരും. ഇതും കൂടെ തിന്നാട്ട്. വേണ്ട ഏലിയാമ്മ. അതൊക്കത്തില്ല, തിന്നണം. ഇങ്ങനെ വിശന്നിരുന്ന് തൂക്കേട് പിടിച്ചാലേ ഞങ്ങൾക്ക് തോട് വെട്ടിത്തരാൻ ആള് കാണത്തില്ല. കൂടെ അങ്ങോട്ട് തിന്നാട്ട്. ആ ഇനി ഞാൻ ജോലി സ്ഥലത്തോട്ട് പോവുക. ആഹാരത്തിനുള്ളത് മാത്രം പറ്റിക്കൊണ്ട് പണിയെടുക്കുന്ന ആ സ്ത്രീ ഒരു എഞ്ചിനീയർ സമയത്തിന് ആഹാരം കഴിക്കാത്തതിന് അമ്മയെപ്പോലെ ശാസിക്കുന്നു. ഇന്നുവരെ ഒരു എഞ്ചിനീയറും കാണാത്ത ചില കാര്യങ്ങൾ ഞാൻ കാണുകയാണ് ശങ്കരൻകുട്ടി. ഞാൻ കാണുക. രാജമ്മേ, എനിക്ക് മറക്കാൻ ഒക്കുന്നില്ല അച്ഛൻ. അവൾ എങ്ങനെങ്കിലും ഇവിടെ വന്നാ മതിയായിരുന്നു. മിണ്ടിപ്പോയ കാര്യം എനിക്ക് ഓർമ്മയായത് പിന്നെ അവളെ പിരിഞ്ഞ് ഞാൻ ഇരുന്നിട്ടേ ഇല്ല. നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരുത്തി ജനിച്ചിട്ടില്ല. അമ്മ മരിക്കാൻ നേരത്ത് അവളെ പിടിച്ചെന്റെ കയ്യിൽ തന്നു. മോളെ, ഇനി അവൾ അമ്മ നീയാണെന്ന് പറഞ്ഞു. അവൾ എത്ര ചീത്തയായി പോയാലും അവളെ എനിക്ക് മറക്കാൻ ഒക്കുന്നില്ല. മരിക്കും വരെ എനിക്ക് അവളെ കാണണം. വാട്ട് ഈസ് ദിസ്? എന്താണിത് കലിതാജി? ഒരു ആർട്ടിസ്റ്റ് ആയാൽ പലരും കാണാണ്ട് വളരെ ജോളി ആയിട്ടല്ലേ ചെല്ലേണ്ടത്. ചേട്ടൻ എന്നെ ചതിക്കുകയാണ്. വണ്ടർഫുൾ. എന്തിന്? മദ്രാസിന് പോകാമെന്നല്ലേ അമ്മ എന്നോട് പറഞ്ഞത്. എന്നെ നശിപ്പിക്കരുതേ. എനിക്കിനി വേറെ ആരും. യെസ്. അപ്പോൾ മിസ്റ്റർ ജോൺസന്റെ പിക്ചർ ഉടനെ ആരംഭിക്കുക. മിസ്റ്റർ ജോൺസന്റെ പിക്ചർ ആയതുകൊണ്ട് നിനക്ക് ഹീറോയിനായിട്ട് അഭിനയിക്കുകയും ചെയ്യാം. എനിക്കിനി എന്റെ വീട്ടിലേക്ക് ചെല്ലാൻ കൂടി സാധ്യമല്ല. നെവർ മൈൻഡ്, ഭയപ്പെടണ്ട. അപ്പോൾ വേഗം ഡ്രസ് ചെയ്ത് ഹാളിലേക്ക്. എന്നെ ചതിക്കരുതേ. വാട്ട് ഈസ് ദിസ് കലി? ഒരു പിക്ചറിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ചറവറായല്ലേ ബുക്കിംഗ് വരുന്നത്? ലക്ഷക്കണക്കിനല്ലേ രൂപ വരുന്നത്? അപ്പോൾ വീട്ടുകാർ അന്വേഷിച്ച് ഇവിടെ വരും. ആ താമസിക്കണ്ട, അവരവിടെ വെയിറ്റ് ചെയ്യുന്നു. വേഗമാട്ടെ, ശീഘ്രം, ജൽദി, ഫാസ്റ്റ്. ഗുഡ് സ്മൈൽ, സ്മൈൽ, ഒരേ സ്മൈൽ. എനിക്കിങ്ങനെ മൗനമായിട്ട് നോക്കിയിരിക്കാൻ സാധ്യമല്ല. ജോലിക്കാരുടെ ഇടയിൽ കുഴപ്പമുണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് ശങ്കുപിള്ളയും മറ്റും വിട്ടത്. അതും പറ്റുന്ന മട്ടില്ല. നിങ്ങൾക്കറിയാമല്ലോ എന്റെ സർവസ്വവും അത്രയും എസ്റ്റേറ്റ് ആണെന്ന്. അത് രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഒരു വലിയ സംഖ്യ ഞാൻ ചിലവാക്കിയതുമാണ്. മിസ്റ്റർ ജോൺസൺ,
ഇത് നമ്മൾ ആരും ഉദ്ദേശിച്ചിരുന്നതല്ലോ. നിങ്ങളെ കുറ്റം പറയുന്നില്ല. ഇത് പോയാൽ 800 ഏക്കറിന്റെ പൊന്നമ്പല മാത്രമേ എനിക്ക് കിട്ടുകയുള്ളൂ. അതും ഒരു കാലത്ത്. ആ എസ്റ്റേറ്റിൽ കുറഞ്ഞത് 400 ഏക്കർ ഭൂമി അധികം കാണും. സർവേ ചെയ്യുമ്പോൾ ഗവൺമെന്റിന് അത് ബോധ്യമായ ഇത്രയും കാലത്ത് ടാക്സും ഞാൻ അടയ്ക്കണം. പുറമ്പോക്ക് ഭൂമി കൈവശം വെച്ചതിന് കേസും വരും. അതുകൊണ്ട് നമ്മുടെ അവസാനത്തെ പണി തന്നെ നോക്കണം. ആളുകൾ മരിക്കുന്നതിലൊന്നും എനിക്ക് കാര്യമില്ല. നിങ്ങൾ ഒരാഴ്ച കൂടി ക്ഷമിക്കൂ. ഞാൻ ഒരവസാന ശ്രമം കൂടി നടത്തി നോക്കാം. അത് നടക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പോലെ ചെയ്തോളൂ. കുഞ്ഞെ, എന്താണ് സങ്കടപ്പിള്ളേ? ഏമാമ വന്നോ? അച്ഛൻ രാത്രി എവിടെയായിരുന്നു? ഞാൻ 1 മണി വരെ കാത്തിരുന്നു. നിനക്ക് എന്നെപ്പറ്റി വളരെ താല്പര്യമാണ്. ഇതിന് ഇവിടെ വേറെ ജോലിക്കാരുമില്ല. എന്റെ അച്ഛൻ കാപ്പി കൊണ്ടു തരാമോ? ഞാൻ ഇവിടെ ഉള്ളപ്പോഴെന്നെങ്കിലും ജോലിക്കാർ അച്ഛൻ ആഹാരം കൊണ്ട് തന്നിട്ടുണ്ട്. ഇവിടെ കൊണ്ടുവയ്ക്കൂ. എന്റെ മോള് സുകുമാരനെ കൊണ്ട് 3 മാസത്തെ അവധി എടുപ്പിക്കണം. നിനക്കെന്നോട് സ്നേഹമില്ലേ? ഞാൻ കൈക്കൂലിക്കാരനാണെന്ന് തെളിഞ്ഞാൽ നിനക്ക് വിഷമമില്ലേ? നിന്റെ ചേട്ടൻ പഠിക്കാൻ പണമില്ലാതെ തിരിച്ചു പോന്നാൽ നിനക്ക് വിഷമമില്ലേ? അച്ഛൻ സംസാരിക്കാതിരിക്കണം, അസുഖം കൂടും. നീ എന്റെ ശരീരസുഖം നോക്കും. എന്നെ വിലങ്ങ് വെച്ച് ജയിലിലേക്ക് കൊണ്ടുപോയാൽ നിനക്ക് വിഷമമില്ല. അയ്യോ അച്ഛ, ഇല്ല, ഞാനിവിടെ നിൽക്കുന്നില്ല. ഉഷേ, പിന്നെ സംസാരിക്കാം അച്ഛാ. പോരാ, ഇപ്പോൾ സംസാരിക്കണം. ഞാൻ ഒരു സത്യം കൂടി പറയാൻ പോവുകയാണ്. കാവേരി എസ്റ്റേറ്റില് കായലാകാൻ പോകുന്നതിൽ 100 ഏക്കർ ഞാൻ നിന്റെ സ്വന്തം പേർക്ക് രഹസ്യമായി സമ്പാദിച്ചിട്ടുള്ളതാണ്. അതും കൂടെ നീ പറഞ്ഞിട്ട് അയാളെ കൊണ്ട് അവധി എടുപ്പിക്കണം. നീ പറയുമോ? അച്ഛൻ ഈ കസേരയിലിരിക്കണം. ഇല്ല, ഞാൻ ഇരിക്കുകയില്ല. നീ അയാളോട് അവധി എടുക്കാൻ പറയുമോ? നീ പറയുമോ? എനിക്കറിയണം. ഈ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനെതിരായി, അദ്ദേഹം ധർമ്മമെന്ന് വിചാരിക്കുന്നതിനെതിരായി ഒരു വാക്ക് ഞാൻ പറയുകയില്ല. നിനക്ക് ഞാൻ മരിച്ചു കാണണമെന്നാണ്. അച്ഛൻ എന്തും പറഞ്ഞോളൂ. ശരി, ഇനി എന്റെ വഴി ഞാൻ നോക്കിക്കൊള്ളാം. പക്ഷേ അത് നീ ഒരിക്കലും ഊഹിക്കാത്ത അപകടങ്ങൾ ഉണ്ടാക്കിയേക്കും. അദ്ദേഹം എന്നെയും ഞാൻ അദ്ദേഹത്തെയും സ്നേഹിക്കുന്ന അച്ഛൻ വിലക്ക് വാങ്ങിത്തന്ന ഭർത്താവെന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തോട് പെരുമാറുകയില്ല. കുറച്ച് കഞ്ഞി കൂടി വിളമ്പിത്തരട്ടേച്ച. വേണ്ട മോളെ, കുറച്ചുകൂടി ഒഴിച്ചു വളരെ അച്ഛനെ. നിങ്ങൾ അറിഞ്ഞ വിശേഷം? എന്താണോ?
നമ്മുടെ തുരങ്കത്തിലൊരു കടുവ. പിന്നെ കിടുവോ? കിടക്കുന്നു. കളിതാമശ പറയാടൂ. കണ്ടതാന്ന്. മമ്മൂട്ടിക്ക കണ്ടോ? നമ്മളെ രണ്ടാമനെ വെറുതെ വിടുവന്ന്. അല്ല കണ്ടതാ. നമ്മുടെ ചങ്കുപിള്ളേ വേറെ 2-3 പേരും കൂടെയാ കണ്ടത്. അങ്ങനെയാണോ? അപ്പൊ നമുക്ക് എല്ലാരെയും ഒന്ന് അറിയിക്കണം. രാത്രി ആരും പുറത്തേക്ക് ഇറങ്ങണ്ട. ഏതായാലും കടുവ ഇവിടെ ഒക്കെ ഉണ്ടെന്നുള്ളത് തിട്ടമാ. മത്താച്ച, അങ്ങനെ പേടിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും. നമ്മുടെ ഷെട്ടിലേക്ക് പോരുന്നു. അവിടെ രാജിയിട്ട് നമ്മുടെ ചുറ്റിന് ഇരുന്നോന്ന്. അത് നല്ല പണിയാ. മമ്മൂട്ടിക്ക പോരെ പോവാ. എന്ന് പറഞ്ഞ നീ എവിടാടാ? ചേട്ടൻ എങ്ങോട്ടും പോകണ്ട. സാറല്ലേ ആരും പേടിക്കണ്ടെന്ന്. എല്ലാരും പോരുന്നു. ആ നാണു നീ മുമ്പേ ഇടുന്നു. മത്താച്ച പറയുന്നു. കടുവയെ കണ്ട ന്യൂസ് മലയിൽ നല്ലപോലെ പരന്നിട്ടുണ്ട്. ഇനി ആളുകൾ രാത്രി പുറത്തിറങ്ങില്ല. അഥവാ യാദൃച്ഛികമായ ആരെങ്കിലും കണ്ടാൽ അയാളെ പിന്നെ പുറത്ത് കാണരുത്. ഇയാളെ നിങ്ങൾക്ക് ഇതിനും വിശ്വസിക്കും. ഓഫീസർ വന്നിട്ടുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ അറിയിക്കാമെന്ന് വെച്ചിരിക്കുകയാണ്. മരുമകൻ വല്ല അപകടവും പറ്റുമെന്ന് ഇഷ്ടത്തിന് പേടി. ഇതിന്റെ മെക്കാനിസം അറിയാമല്ലോ. പിന്നൂരിയാൽ മതിയല്ലോ. അതെ, പിന്നെ നിസ്സാരമായിട്ട് പിടിച്ചൂല. ടൈം ബാമ്പാണ്. പിന്നൂരിയാൽ കൃത്യം 12ാമത്തെ മണിക്കൂറിൽ പൊട്ടും. ടൈം ബാമ്പ് ആയതുകൊണ്ട് ഒരൊറ്റ മിനിറ്റിന് പോലും വ്യത്യാസം വരികയില്ല. അപ്പോൾ എത്ര മണിക്ക് പിന്നൂരും? 3 മണിയാണ് നല്ലത്. പകൽ 3 മണിക്കാണ് തുരങ്കത്തിൽ ശരിക്കും പണി നടക്കുന്നത്. എന്നാൽ 3 മണിക്ക് തന്നെ പിന്നൂരണം. ശരി.